അതായത് മിഞ്ഞാന്ന് എന്റെ കയ്യിൽ നിന്ന് ഒരു ബക്കറ്റ് വീണിട്ട് പൊട്ടീന്. അപ്പൊ നിങ്ങൾ എന്ത് പറഞ്ഞ? ഒരു ബക്കറ്റിന് 500 റുപ്യ ഉണ്ടെന്നല്ല പറഞ്ഞേ. ഇതാ ഈ ഒരു ബക്കറ്റിന് 1 റുപ്യേ ഉള്ളത്. നിങ്ങൾ വാ, നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങളുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരാളോട് പോയിട്ട് നിങ്ങളുടെ വിഷമങ്ങൾ പറ. അവർ നിങ്ങളെ കൂട്ടിപ്പിടിക്കും, ഉറപ്പാണ്, കൈവടിയില്ല. സോഷ്യൽ മീഡിയയിൽ 250ഓളം ഫോളോവേഴ്സ് ഉള്ള നമ്മുടെ ചിന്നു പാപ്പി ഇന്ന് നമ്മുടെ ഈ ലോകം വിട്ടു പോയിരിക്കുകയാണ്. ഇന്ന് അവളെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്തിനു മോളെ നീ ഇങ്ങനെ ചെയ്തു? ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ടായിരുന്നു. ഇന്നലെ വരെ അവളെ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഇങ്ങനെ എന്നെപ്പോലെയൊക്കെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ആളുകളൊക്കെ എത്രയോ പേര് കളിയാക്കുന്നുണ്ടാവും. പക്ഷെ ഇങ്ങനൊന്നും വന്ന് നിൽക്കുന്ന നമ്മളെപ്പോഴും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും നമുക്ക് യാത്രകളും നമ്മൾ കാണാത്ത പല ഫ്രെയിമുകളും നമ്മളെ മുമ്പിലേക്ക് എത്തിച്ചു വരുന്ന പല ആളുകളെയും നമ്മളൊക്കെ ഒരു കമൻറ്റിലൂടെ ഒരുപാട് കളിയാക്കൽ നടത്തുമ്പോൾ നമുക്ക് ആലോചിച്ച് നോക്കണം. എൻ്റെ പുറകിലും എൻ്റെ ഉള്ളിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ ചിരിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യിപ്പിക്കുന്നത്. ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഞാനും നിങ്ങളെപ്പോലെ തന്നെയായി. ഈ ഫ്രെയിമിലേക്ക് വരുമ്പോഴാണ് ഞാൻ എന്തോ നിങ്ങളിൽ ഒരാളായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് മോശവും എഴുതാം എന്തും എഴുതാൻ ഒരാളായിത്തീരുന്നത്. അകാലത്തിൽ പൊലിഞ്ഞു പോയ ചിന്നു പാപ്പിക്ക് നിത്യശാന്തി നേരുകയാണ്. എൻ്റെ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഇതേപോലെ വേദന അനുഭവിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ആരുടെ മുമ്പിലും തോറ്റു കൊടുക്കരുത്. റീല് അല്ല യഥാർത്ഥ ലൈഫ്. ഈ റീല് ചെയ്യുന്ന മുഴുവൻ ആളുകളോടും ഒരുപാട് സങ്കടങ്ങൾ ഉള്ളവരായിരിക്കും. അതിനിടയിൽ നമുക്ക് വരുന്ന കമൻറ്റുകൾ നമ്മൾ തളർത്തിക്കളയുന്നുണ്ട്. എല്ലാവരെയും ബാഡ് കമൻറ്റുകളൊക്കെ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ കൊണ്ട് നമ്മളെ ബാഡ് കമൻറ്റ് തളർത്തുന്നുള്ളത് ശരിയാണ്. അതിനിടയിൽ നമ്മളെ കുടുംബ പ്രശ്നങ്ങളും എല്ലാം കൂടി ഒരുമിക്കുന്ന സമയത്ത് ഈ ലോകത്ത് നിന്ന് അങ്ങ് പോയാലോ എന്ന് ചിന്തിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. നമ്മൾ തോറ്റു കൊടുക്കരുത്. നമ്മളെ തോൽപ്പിച്ചവരുടെ മുമ്പിൽ നമ്മൾ തോൽക്കരുത്. നമ്മൾ തോൽക്കണം നമ്മളെ മാതാപിതാക്കളുടെ മുമ്പിൽ. നമ്മൾക്ക് ജീവൻ തന്ന നമ്മുടെ നാഥൻ്റെ മുമ്പിൽ നമ്മൾ തോറ്റു കൊടുക്കണം. അല്ലാതെ മറ്റൊരു ആളെ മുമ്പിൽ നമ്മൾ ആരും തോറ്റു കൊടുക്കണ്ട. ജീവിച്ച് കാണിച്ചു കൊടുക്കണം. നിങ്ങൾ വാ, നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങളുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരാളോട് പോയിട്ട് നിങ്ങളുടെ വിഷമങ്ങൾ പറ. അവർ നിങ്ങളെ കൂട്ടിപ്പിടിക്കും, ഉറപ്പാണ്, കൈവടിയില്ല. നിങ്ങൾക്കറിയോ, ഇന്ന് രാത്രി ഏകദേശം 2 മണിക്കൂർ മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. പയ്യന്നൂരുള്ളൊരു കുട്ടിയെക്കുറിച്ച്. എത്തിയുമാണ്, ഉമ്മയില്ല വാപ്പയില്ല. കുട്ടിക്ക് ഒരു കല്യാണമാക്കി കൊടുത്തപ്പോൾ ആ കല്യാണത്തിനൊന്ന് കൈ പിടിച്ച് കൊടുക്കാൻ കുടുംബത്തിൽ പോലും ഒരാളില്ല. കാണാൻ എന്ത് സുന്ദരിയായ മോള്, നല്ലൊരു സുന്ദരിയായ മോള്. ആ കുട്ടി ഇന്ന് 2 മണിക്കൂർ മുമ്പ് എന്നെ വിളിച്ച് പറഞ്ഞത്, ഈ വീട്ടിൽ എനിക്ക് നരക ജീവിതമാണ്, എങ്ങോട്ടെങ്കിലും ഞാൻ പോകും. രാത്രി സമയം 9-10 മണിയായിട്ടുണ്ട്. ഈ പെൺകുട്ടി എങ്ങോട്ട് പോകും? പിടിച്ച് നിർത്തി ഞാൻ അവിടെ കുട്ടിയെ. എങ്ങോട്ടും പോരുത്. നാളെ നേരം വെളുത്ത് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഇനിയിപ്പോൾ എൻ്റെ വീഡിയോ കണ്ടു തരുമ്പോൾ എന്താവുമെന്ന് പഠിച്ചവന് മാത്രമേ അറിയൂ. എൻ്റെ ഒരു വാക്കാല ചിലപ്പോൾ ഇന്ന് രാത്രി അവിടെ നിന്നോ എന്നത് പഠിച്ചവനറിയാം. ഇന്ന് രാത്രി ആ കുട്ടി അനുഭവിക്കുന്ന വേദന ഉണ്ടല്ലോ, ആത്മഹത്യ ചെയ്യണമെന്ന് പോലും ചിന്തിച്ച് പോകുന്ന സമയമാണ് ആ കുട്ടിക്കൊക്കെ ഉള്ളത്. അങ്ങനത്തെ ഒരു മനസ്സ് അവർക്ക് വരാതിരിക്കട്ടെ. ഇതുവരെ ഒരാൾ ഇപ്പം ചിന്നുപാപ്പി അതല്ലെങ്കിൽ മറ്റേ ആ കുട്ടി, ഇവർ മാത്രമല്ല, ഇത് അനുഭവിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറഞ്ഞു, നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത്, വിഷമിക്കരുത്. നമുക്ക് ദൈവം തന്ന ആയുസ് വരെ ജീവിച്ചേ പറ്റും. നമ്മൾ എത്ര പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും തരണം ചെയ്ത് മുന്നോട്ട് പോകണം. നമ്മളെക്കാൾ പട്ടിണി കിടക്കുന്നവർ ഈ ലോകത്തുണ്ട്. നമ്മളെക്കാൾ വേദന അനുഭവിക്കുന്നവരുണ്ട്. നമ്മളെക്കാൾ കൂടുതൽ കളിയാക്കപ്പെടൽ അനുഭവിക്കുന്ന ആളുകൾ ലോകത്തുണ്ട്. നാട് വരെ വിട്ട് അന്യ നാട്ടിൽ പോയി ഞാൻ നാട്ടിൽ നിൽക്കാൻ കഴിയാതെ ജീവിക്കുന്നവരുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കുമ്പം നമ്മുടെ വിഷമങ്ങൾ ഒന്നുമില്ല പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് നമ്മുടെ ലൈഫ് കഥ ബാക്ക്ഗ്രൗണ്ട് അത് ഉള്ളിൻ്റെ ഉള്ളിൽ വെക്കാതെ മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്തിട്ട് നമ്മളെ വിഷമങ്ങൾ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടിയൊക്കെ ഇനി എന്താണ് ആ കുട്ടിക്ക് വരാൻ പോകുന്നത് എനിക്ക് ഓർമ്മയില്ല. ഞാനിവിടെ ബഹ്റൈനിലല്ല ഉള്ളത്. കുറേ ആളെ നമ്പർ ഞാൻ കൊടുത്തിരുന്നു. എല്ലാവരും വിളിച്ചിട്ട് മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കുക എന്നല്ലാതെ ആ കുട്ടിക്ക് ഇന്ന് വരെ 5ൻ്റെ പൈസ അയച്ചു കൊടുത്തു. 1 ഉറുപ്പ്യ അതിൻ്റെ കയ്യിലില്ല. 1 രൂപ കുട്ടീൻ്റെ കയ്യിലില്ല. ഒരു കല്യാണം സെറ്റാക്കിയിട്ട് അവൻ്റെ കൂടെ ഇറങ്ങി പോവണമെങ്കിൽ ആ നാട്ടുകാരായ സെക്രട്ടറി പറഞ്ഞത് കുടുംബക്കാരാരെങ്കിലും അന്ന് ഒപ്പിട്ട് തന്നു കഴിഞ്ഞാൽ മാത്രം കല്യാണമാക്കി കൊടുക്കുക. പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് ജീവിതം. നമുക്ക് സമാധാനം കൊടുക്കാൻ പറ്റിയെങ്കിൽ നമ്മൾ ആർക്കും സമാധാനം കൊടുക്കുക.
ഒരു വാക്ക് കൊണ്ട് പോലും നമ്മളൊരാളെ നോവിപ്പിക്കാതിരിക്കുക. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്തോ പറഞ്ഞോട്ടെ, നമ്മളത് ഗൗനിക്കേണ്ട. നമ്മൾ മറ്റൊരാളെ ഇറച്ചി തിന്നാതിരിക്കുക. പ്രിയപ്പെട്ട പൊന്ന സഹോദരിക്ക് നിത്യശാന്തി വീണ്ടും വീണ്ടും നേരുകയാണ്. ഇങ്ങനത്തെ ഒരവസ്ഥ ഇനി ആർക്കും വരരുത്, ആരും വരുത്തരുത്. കാല് പിടിക്കാൻ എല്ലാവരെയും.